ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ ലക്ഷ്യം വളർച്ചയാണെങ്കിൽ, വളർച്ച എന്ന് പറയുമ്പോൾ നമ്മളുടെ ശാരീരിക വളർച്ചയെക്കുറിച്ചല്ല പറയുന്നത്. നമ്മളുടെ മാനസികവും മെൻ്റൽ ഗ്രോത്ത്, സ്പിരിച്വൽ ഗ്രോത്ത് അത് അറ്റൈൻ ചെയ്യാൻ അല്പം പ്രയാസമാണ്. പിന്നെ നമ്മുടെ മെച്യൂരിറ്റി, പക്വത എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു തലത്തിൽ, അതുപോലെ നമ്മുടെ ഇൻ്റലക്ച്വൽ ഗ്രോത്ത്, അപ്പോൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട തലങ്ങളിലെ നമ്മളുടെ വളർച്ച അല്ലെങ്കിൽ ഗ്രോത്താണ് നമ്മളുടെ ലക്ഷ്യമെങ്കിൽ അതായിരിക്കണം നമ്മുടെ ലക്ഷ്യവും. നമ്മൾക്ക് ആ വളർച്ചയ്ക്കെന്ന് മാത്രമല്ല, വളർച്ചയും നമ്മുടെ തളർച്ചയും ജീവിതത്തിൽ ഏറെക്കുറെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരേ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്ന ചില ബന്ധങ്ങളാണ്. നമുക്ക് ബന്ധങ്ങൾ പലതരത്തിലുണ്ടാകാം. നമുക്ക് ഏറ്റവും അടുപ്പമുള്ള ബന്ധങ്ങളുണ്ട്. നമ്മളുടെ ഫാമിലി എന്ന് പറയുന്ന നമ്മുടെ മാതാപിതാക്കൾ, പിന്നെ വിവാഹം കഴിച്ചിട്ടുള്ളതെങ്കിൽ ഭാര്യ, ഭർത്താവ്, മക്കൾ, പിന്നെ ബ്രദേഴ്സ് കാണും, സിസ്റ്റേഴ്സ് കാണും. പിന്നെ നമ്മുടെ ഏറ്റവും ക്ലോസ് റിലേറ്റീവ്സ്, ബന്ധുക്കാർ കാണും, അടുത്ത ബന്ധുക്കാർ കാണും, അല്പം അകന്ന ബന്ധക്കാർ കാണും, സുഹൃത്തുക്കളുള്ള ആൾക്കാരുണ്ടാകാം. പിന്നെ നമ്മുടെ നെയ്ബർഹുഡ്, അയൽവാസികളായിട്ടുള്ള, അപ്പോൾ ഇങ്ങനെ പലതരത്തിൽ നമുക്ക് അത് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻസിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. നമുക്ക് വല്ലപ്പോഴും നമുക്കറിയാം, നാട്ടിലൊക്കെ പലരെയും നമ്മൾ കാണുന്നുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ വഴി വെച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ ഒന്ന് കണ്ടുമുട്ടുക, അങ്ങനെയുള്ള ബന്ധങ്ങളുടെ കാര്യമല്ല പറയുന്നത്. നമ്മുടെ ജീവിതവുമായിട്ട് വളരെയധികം റെഗുലർ ബേസിൽ കോൺസ്റ്റൻ്റായിട്ട് നമ്മളുമായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യുന്ന, നമ്മൾ ടൈം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന, അവർ ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന, അങ്ങനെയുള്ള അവരുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. അവരാണല്ലോ നമ്മൾ ശരിക്കും ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരം ആരുമായിട്ടാണ് ബന്ധപ്പെടുന്നവരാണല്ലോ നമ്മുടെ ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ. ബന്ധപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായ അർത്ഥത്തിലല്ല. നമ്മളുടെ സമയവും ഊർജവും അവസരങ്ങളും ഒക്കെ നമ്മൾ ആർക്ക് വേണ്ടി, അതുപോലെ നമുക്ക് വേണ്ടി ആര് അത് ഉപയോഗിക്കുന്നു, അവരാണ് നമ്മുടെ ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ. കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ നമ്മൾ ആരുമായിട്ടാണോ അവരാണ് നമ്മളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ്, ബന്ധുക്കൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു വ്യക്തിയുടെ വളർച്ചയ്ക്കും തളർച്ചയ്ക്കും ഏറ്റവും അധികം ഒരു ഡിസൈഡിങ് ഫാക്ടർ എന്ന് പറയുന്നത് ഈ കൂട്ടം ആൾക്കാരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു വ്യക്തിയുടെ വളർച്ച ഞാൻ ആദ്യം പറഞ്ഞത് കാരണം ശാരീരികമായ വളർച്ചയ്ക്ക് നമുക്ക് മറ്റാരുടെ ആവശ്യമില്ല. അത് വളരുകയോ അല്ലെങ്കിൽ അതിൻ്റെ വഴിക്ക് പൊക്കോളും. പക്ഷേ ഞാനീ പറയുന്നത് നമ്മുടെ മാനസിക തലത്തിൽ, ഭൗതികമായ തലത്തിൽ, അതിൽ സ്പിരിച്വലായിട്ടുള്ള നമ്മുടെ തലത്തിൽ. അപ്പം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട നമ്മുടെ വളർച്ചയെ നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകമാണ് നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന ബന്ധങ്ങൾ. അപ്പോൾ ആ ബന്ധം നമുക്ക് വളർച്ചയ്ക്ക് കാരണമാകാം, തളർച്ചയ്ക്കും കാരണമാകാം. ഒരുപക്ഷെ അത് നമ്മൾ അറിയുന്നില്ല പറഞ്ഞാൽ ഒരു വ്യക്തി, നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തി, അതിനെക്കുറിച്ച് സൂക്ഷ്മമായിട്ടുള്ളൊരു ബോധം നമുക്കില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു തിരിച്ചറിവില്ലെങ്കിൽ സംഭവിക്കാവുന്നൊരു കാര്യമാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മറ്റെല്ലാ കാര്യങ്ങളെപ്പോലെ തന്നെ നമുക്ക് സൂക്ഷ്മമായ തിരിച്ചറിവ് നമ്മളെക്കുറിച്ച് ബോധ്യം നമുക്കില്ലെങ്കിൽ, നഷ്ടപ്പെടുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അതിനെക്കുറിച്ച് സൂക്ഷ്മമായിട്ടുള്ള ഒരു തിരിച്ചറിവോ ബോധമോ നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വളർച്ചയ്ക്ക് കാരണമാകുന്നു. അല്ലെങ്കിൽ നമ്മുടെ വളർച്ചയെ നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്യണമല്ലോ. വളർച്ച എന്നുള്ളൊരു ലക്ഷ്യം. അപ്പോൾ വളർച്ച എന്നുള്ളത് നമ്മുടെ പല മേഖലകളിൽ നമുക്ക് വളരാൻ സാധിക്കും. അല്ലെങ്കിൽ പലർക്കും പല രീതിയിലായിരിക്കും വളരേണ്ടത്. അല്ലെങ്കിൽ പലരും ലക്ഷ്യമാക്കുന്ന പലതരത്തിലുള്ള വളർച്ചകളായിരിക്കും. എല്ലാം ന്യായമായ തലത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. തെറ്റായ വഴികളിൽ കൂടി, തെറ്റായ മാർഗത്തിൽ കൂടി നമ്മൾ പോയി എന്തെങ്കിലും നേടുന്നതിനെക്കുറിച്ചല്ല. ന്യായമായിട്ടുള്ള, ഏറ്റവും ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള വഴികളിൽ കൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകേണ്ട നമ്മുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചും വളർച്ചയെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ പലർക്കും പല തലത്തിലായിരിക്കും അവരുടെ വളർച്ച അവർ ആഗ്രഹിക്കുന്നതോ അല്ലെങ്കിൽ അവർ ലക്ഷ്യമിടുന്നതോ പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ലക്ഷ്യമിടുമ്പോൾ, അങ്ങനെ വളർച്ചയ്ക്ക് ലക്ഷ്യമുള്ളൊരു വ്യക്തിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഏറ്റവും വിഘാതമായി നിൽക്കുന്നത് ഇതുപോലുള്ള ചില ബന്ധങ്ങളായിരിക്കാം നമുക്ക്. അപ്പോൾ അങ്ങനെയുള്ള ബന്ധങ്ങൾ നമ്മളുടെ ഇപ്പം നമ്മുടെ ലക്ഷ്യങ്ങൾ, നമ്മുടെ വാല്യൂസ്, അതുപോലെ നമ്മുടെ പ്രകൃതം, ഇതുമായിട്ടൊന്നും അലൈൻ ചെയ്യാത്ത, അല്ലെങ്കിൽ ഇതിനെയൊന്നും ഓണർ ചെയ്യാത്ത ബന്ധങ്ങൾ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരം ബന്ധങ്ങളെ നമ്മൾ
നമ്മുടെ വളർച്ചയ്ക്ക് അതൊരു അനുകൂലമായിട്ടുള്ള ഘടകമായി ആകുവാൻ സാധ്യതയില്ല. അതെപ്പോഴും നമ്മളതിനെക്കുറിച്ച് ബോധ്യമുള്ള ആളല്ലെങ്കിൽ അത് നമ്മുടെ വളർച്ചയെ തീർച്ചയായിട്ടും നമ്മുടെ വളർച്ചയ്ക്ക് വിഘാതം സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ വളർച്ചയ്ക്ക് പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഇക്കോസിസ്റ്റം നമുക്കുണ്ടാക്കി തരും. എപ്പോഴും നമ്മൾ ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ശരി, നമ്മുടെ ഒരു ആവാസ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന ബന്ധങ്ങളാണ്. നമ്മൾ ആരുമായിട്ടെല്ലാം കോൺസ്റ്റൻ്റായിട്ട് അല്ലെങ്കിൽ കോൺസിസ്റ്റൻ്റായിട്ട് തുടർച്ചയായിട്ട് എപ്പോഴും നമ്മൾ ക്രയവിക്രയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇൻട്രാക്ഷൻസ്, എക്സ്ചേഞ്ചസ് ഒക്കെ ഉണ്ടല്ലോ. കൊടുക്കൽ വാങ്ങൽ, ഭൗതികമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾ മാത്രമല്ല, ഈ പറഞ്ഞ ഇപ്പം നമ്മളൊരാളോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ കുറേ നേരം നമ്മൾ സമയം ചിലവഴിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഇൻട്രാക്ഷനാണ്. അതെല്ലാം എക്സ്ചേഞ്ചാണ്. നമ്മളുടെ സമയവും നമ്മുടെ ഊർജ്ജവും എല്ലാം നമ്മൾ എക്സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ചിലവഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ക്രയവിക്രയങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അല്ല പൈസ കൊടുത്ത് അല്ലെങ്കിൽ സാധനങ്ങൾ പരസ്പരം കൈമാറുന്നതോ പൈസ കൊടുത്ത് നമ്മൾ എന്തെങ്കിലും വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നത് മാത്രമല്ല ക്രയവിക്രയം എന്ന് പറഞ്ഞാൽ. എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് അല്ല ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് അല്ല ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്നത് ഈ തലത്തിലെല്ലാം നടക്കും. മാനസികമായ തലത്തിലും ഇമോഷണലായിട്ടുള്ള തലത്തിലും ഫൈനാൻഷ്യൽ തലത്തിൽ അത് വേറെ, അത് നമുക്കറിയാവുന്നൊരു എക്സ്ചേഞ്ചാണ്. അതിൽ ഇമോഷണൽ എക്സ്ചേഞ്ച് ഉണ്ട്, അല്ല ഇമോഷണൽ ഇൻട്രാക്ഷൻസ് ഉണ്ട്, പിന്നെ മെൻ്റൽ സോർട്ട് ഓഫ് ഇൻട്രാക്ഷൻസ്, പിന്നെന്താണ് നമുക്ക് നമ്മുടെ സെൻറ്റിമെൻ്റൽ എക്സ്ചേഞ്ചസ് ഉണ്ടാകാം, ഇല്ലേ? അപ്പോൾ ഇതെല്ലാം നടക്കുന്നുണ്ട് മനുഷ്യർ തമ്മിൽ. അപ്പം ഈ നമുക്കുള്ള ബന്ധങ്ങൾ കാരണം നമുക്കുണ്ടാകുന്ന ഇൻട്രാക്ഷൻസ്, ഈ പറഞ്ഞ ഗിവ് ആൻഡ് ടേക്സ്, ഈ പറഞ്ഞ ഒരു എന്താണ് എക്സ്ചേഞ്ചസാണ് നമ്മുടെ ഇക്കോസിസ്റ്റം ഡിഫൈൻ ചെയ്യുന്നത്. എന്താണ് നമ്മുടെ ഇക്കോസിസ്റ്റം എന്നുള്ളത്. അപ്പോൾ ആ ഇക്കോസിസ്റ്റമാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഇക്കോസിസ്റ്റം, നമ്മുടെ പരിതസ്ഥിതി, നമ്മുടെ ജീവിതസ്ഥിതി അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന പരിതസ്ഥിതി അല്ലെങ്കിൽ എൻവയൺമെൻറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു ഇക്കോസിസ്റ്റമാണ് ഒരു വ്യക്തിയുടെ വളർച്ചയോ തളർച്ചയോ തീരുമാനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനിയും ഒരു വ്യക്തിയുടെ, നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിക്ക് നിങ്ങളുടെ വളർച്ചയിലാണ് താല്പര്യമെങ്കിൽ, അല്ലെ അതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് ബോധ്യം ഉള്ളതെങ്കിൽ, അല്ലെ വളർച്ചയാണ് നമുക്കൊരു ലക്ഷ്യമെങ്കിൽ, തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോൾ നിലവിലുള്ള ഇക്കോസിസ്റ്റത്തിനെ നമ്മൾ ഒന്ന് വിലയിരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇക്കോസിസ്റ്റത്തെ, അതായത് നമ്മുടെ വീട്ടിലും നമ്മുടെ വീടിന് പുറത്തും നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അല്ലെ നമ്മൾ ചെന്നെത്തിപ്പെട്ടിട്ടുള്ള ഇക്കോസിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ നമ്മുടെ ലക്ഷ്യവുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ നമ്മുടെ വളർച്ച എന്ന് പറയുന്ന ലക്ഷ്യവുമായി ബന്ധപ്പെടുത്തി നമ്മളൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ വളർച്ചയ്ക്ക് എത്രത്തോളം അനുകൂലമാണ് ഈ ഇക്കോസിസ്റ്റം അല്ലെങ്കിൽ ഈ എൻവയൺമെൻറ്റ്. അപ്പോൾ ഈ എക്കോസിസ്റ്റം എൻവയൺമെൻറ്റ് ഞാൻ പറഞ്ഞു, അതിനകത്ത് ഒരു കൂട്ടം ആൾക്കാരാണെന്ന് പറഞ്ഞു. അതിനകത്ത് നമ്മുടെ സുഹൃത്തുക്കളുണ്ടാകാം, പിന്നെ നമ്മുടെ ബന്ധുക്കളുണ്ടാകാം, നമ്മുടെ അയൽക്കാരുണ്ടാകാം, നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളുണ്ടാകാം, അടുത്ത സുഹൃത്തുക്കളുണ്ടാകാം, നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാകാം. അപ്പോൾ ഇതെല്ലാം ചേർന്നാണ് നമ്മുടെ ഒരു വ്യക്തിയുടെ ലിവിങ് ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അത് വ്യക്തി ജോലി ചെയ്യുന്നിടത്തെയാകാം, ജോലി ചെയ്യാത്തടത്ത് പുറത്തുള്ള നമ്മുടെ സൊസൈറ്റിയുടെ ഉള്ളിലുള്ള മറ്റേതെങ്കിലും ഒരു കൂട്ടം വ്യക്തികളായിട്ടുള്ള നമുക്കുള്ള ബന്ധങ്ങളാകാം, സ്ഥിരമായി നമ്മൾ പോയി ഏർപ്പെടുന്നതും എത്തിപ്പെടുന്നതുമായിട്ടുള്ളൊരു ഇടങ്ങളെല്ലാം കൂടെ നോക്കുമ്പോൾ അതാണ് നമ്മുടെ ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം വ്യക്തിക്ക് വളർച്ചയാണ് പ്രിയോറിറ്റി എങ്കിൽ, ഒരു പർട്ടിക്കുലർ വ്യക്തിക്ക് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് വളർച്ച, നമ്മുടെ പോസിറ്റീവായിട്ടുള്ള ഗ്രോത്താണ് നമുക്ക് ലക്ഷ്യമെങ്കിൽ, ആ ലക്ഷ്യത്തിലേക്ക് ഈ പറഞ്ഞ ഇക്കോസിസ്റ്റം ഒരു വിഘാതം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വളരെ കോഷ്യസായിട്ട് വിജിലൻ്റായിട്ട് അതിനെ നമ്മൾ അനലൈസ് ചെയ്ത് വിശകലനം ചെയ്തിട്ട് ആ ഇക്കോസിസ്റ്റത്തിൽ നിന്നും നമ്മളെ ഫ്രീ ചെയ്യുക, ലിബറേറ്റ് ചെയ്യുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം നമ്മുടെ ഗ്രോത്ത്, നമ്മുടെ ഗോൾ, ലക്ഷ്യങ്ങൾ, നമ്മുടെ വാല്യൂസ്, നമ്മുടെ വാല്യൂ സിസ്റ്റംസ്, അതുപോലെ തന്നെ നമ്മളുടെ നേച്ചർ, നമ്മുടെ പ്രകൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്രകൃതമായിരിക്കണം. അപ്പോൾ ഇത് മറ്റുള്ളവരുമായിട്ട് മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ, നമ്മുടെ ഇക്കോസിസ്റ്റത്തിലുള്ള ആൾക്കാരുമായിട്ട് മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ നമ്മുടെ ഇക്കോസിസ്റ്റത്തിലുള്ള ആൾക്കാരുടെ വാല്യൂ സിസ്റ്റം, അവരുടെ ലക്ഷ്യങ്ങൾ, അവരുടെ പ്രകൃതം നമ്മുടെ ഈ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയ്ക്ക് വിഘാതം സൃഷ്ടിക്കുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ അതിനെ ഓണർ ചെയ്യാത്ത, അതിനെ എൻകറേജ് ചെയ്യാത്ത, അതിനെ പ്രൊമോട്ട് ചെയ്യാത്ത, അതിനെ ഇൻസ്പയർ ചെയ്യാത്ത, അതിനെ മോട്ടിവേറ്റ് ചെയ്യാത്ത ഘടകങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരം ഘടകങ്ങളിൽ നിന്ന് നമുക്ക് ഒരു മോചനം വളരെ അത്യാവശ്യമാണ്. എങ്ങനെയാണെങ്കിൽ വളർച്ചയാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ, മെൻ്റൽ ഗ്രോത്ത്, സ്പിരിച്വൽ ഗ്രോത്ത്, നമ്മുടെ ഇൻ്റലക്ച്വൽ ഗ്രോത്ത്, മനസ്സിലായല്ലോ, നമ്മുടെ മെച്യൂരിറ്റിയുടെ ഗ്രോത്ത്, നമ്മുടെ ഇമോഷണൽ ഹെൽത്തിൻ്റെ ഗ്രോത്ത്, ഇതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ഇത്തരം ആൾക്കാരുമായിട്ടുള്ള സഹവാസം അല്ലെങ്കിൽ ഇൻട്രാക്ഷൻസ് കുറയ്ക്കുകയും
അത്തരം ഇക്കോസിസ്റ്റത്തിൽ നിന്ന് നമ്മളെ ലിബറേറ്റ് ചെയ്യാനുള്ള കറേജ് കാണിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇത്തരം ആൾക്കാർക്ക് നമ്മളുടെ ഗോൾസിനെയോ ലക്ഷ്യത്തിനെയോ അല്ലെങ്കിൽ വാല്യൂസിനെയോ അല്ലെങ്കിൽ നമ്മുടെ നേച്ചറിനെയോ ഒന്നും അവർക്ക് റെസ്പെക്റ്റ് ചെയ്യാനോ ഓണർ ചെയ്യാനോ പിന്നെ അല്ലെങ്കിൽ എന്താണ് പറയുന്നത് അതിനെ അക്സെപ്റ്റ് ചെയ്യാനൊന്നും അവർക്ക് സാധിക്കത്തില്ല. അവരുടെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എയിംലെസ് ആയിട്ടുള്ള അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി നമ്മളെ മാറ്റിയെടുക്കുക, എന്നിട്ട് അതിലേക്ക് അവരുടെ ലക്ഷ്യത്തിലേക്ക് നമ്മളെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതായിരിക്കും അവരുടെ അറിഞ്ഞോ അറിയാതെയുള്ള പിന്നെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഒരു വിക്ടിമാകാതെ, അതിൻ്റെ ഒരു പാർട്ടാകാതെ, അതിൻ്റെ ഒരു ഭാഗമാകാതെ നമ്മൾ ഇതുപോലുള്ള നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാത്ത അല്ലെങ്കിൽ നമ്മുടെ ഡെവലപ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യാത്ത ഇക്കോസിസ്റ്റത്തെ മനസ്സിലാക്കി അതിൽ നിന്ന് നമ്മൾ വിത്ഡ്രോ ചെയ്യുക, അതിൽ നിന്ന് നമ്മളെ ലിബറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വൺ ആൻഡ് ഓൺലി സൊല്യൂഷൻ അല്ലെങ്കിൽ വൺ ആൻഡ് ഓൺലി റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അപ്പം ലോകത്തിൽ നമ്മളെ സക്സസ്ഫുള്ളായിട്ടുള്ള ഏത് വ്യക്തികളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവർ ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. അവരുടെ ഇക്കോസിസ്റ്റത്തെ പിന്നെ അവരുടെ ഡിസിപ്ലിൻ്റെ പരിധിയിൽ കൊണ്ടുവരിക, ആ ഇക്കോസിസ്റ്റത്തിനകത്തിൽ അവരുടെ വളർച്ചയ്ക്ക് വിഘാതം സൃഷ്ടിക്കുന്ന ഒരു തരത്തിലുള്ള എലമെൻറ്റും ഉണ്ടാകാതിരിക്കാൻ അവർ എപ്പോഴും ശ്രദ്ധാലുക്കളായിരുന്നു. അതേത് വ്യക്തികളെ നമ്മൾ എടുത്തു കഴിഞ്ഞാലും. കാരണം അങ്ങനെയുള്ളൊരു ഇക്കോസിസ്റ്റത്തിൽ മാത്രമേ വളർച്ചയ്ക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇപ്പോൾ റൈറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ, നമ്മുടെ ലക്ഷ്യങ്ങളെ ഓണർ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഇൻസ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനോട് പിന്നെ എൻകറേജ് ചെയ്യാൻ സാധിക്കുന്ന അത്തരം വ്യക്തികളുമായിട്ട് നമ്മൾ നെറ്റ്വർക്ക് ചെയ്യുകയും കണക്ട് ചെയ്യുകയും അല്ലെങ്കിൽ അത്തരം വ്യക്തികളുമായിട്ട് നമ്മൾ ബന്ധങ്ങൾ സ്ഥാപിക്കുകയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്കും മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഫലം വളരെ വിപരീതമായിരിക്കും, എപ്പോഴും കൗണ്ടർ പ്രൊഡക്റ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ. നമുക്ക് പിന്നീട് ഇത്തരം വ്യക്തികളിൽ നിന്ന് നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇമോഷണൽ ഡ്രാമാസ് നമ്മൾ കാണുക, അവർ നമുക്ക് തരുന്ന ഫ്രസ്ട്രേഷൻസ്, ഡെസ്പറേഷൻസ്, അതുപോലെ തന്നെ നമ്മുടെ വളർച്ചയ്ക്ക് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതുകൊണ്ട് നമ്മൾ വെറും ഇഗ്നറൻ്റായിട്ടുള്ള വ്യക്തികളായിട്ട് മാത്രം തുടർന്ന് മുന്നോട്ട് പോവുക എന്നുള്ളൊരു മിസറബിളായിട്ടുള്ള ദയനീയമായിട്ടുള്ള കാഴ്ച നമുക്ക് എന്നേലും തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് അനുഭവിക്കേണ്ടി വരും നമുക്ക്. അപ്പോൾ അതുകൊണ്ട് അത്തരം വ്യക്തികളിൽ നിന്നും അത്തരം വ്യക്തികളാൽ ഉണ്ടാക്കപ്പെട്ടുള്ള ഇക്കോസിസ്റ്റത്തിൽ നിന്നും ഇനി നമ്മളുണ്ടാക്കിയ ഇക്കോസിസ്റ്റം ആണെങ്കിൽ തന്നെയും അതിനെ നമ്മൾ ഇല്ലാതാക്കുക എന്നൊരു പുതിയ ഇക്കോസിസ്റ്റം നമ്മൾ ഉണ്ടാക്കിയെടുക്കാനുള്ള കറേജ്, ധൈര്യം കാണിക്കുക. അത്തരം വ്യക്തികളിൽ നിന്നും നമ്മളെ ലിബറേറ്റ് ചെയ്യുക. ഒരുപക്ഷെ അവർ നമ്മളിൽ നിന്ന് വിട്ടുപോകാൻ താല്പര്യം കാണിക്കത്തില്ലായിരിക്കും, കാരണം അവർ നമുക്ക് പല രീതിയിലൊക്കെ വേണ്ടപ്പെട്ട ആൾക്കാരായിരിക്കും. പക്ഷേ നമ്മുടെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഉദ്ദേശം നമ്മുടെ ലക്ഷ്യമാണെങ്കിൽ, ലക്ഷ്യം എന്തു തന്നെയാകാം. ഇപ്പം ഒരാൾക്ക് കരിയർ ബേസ്ഡ് ആയിരിക്കാം, ഒരാൾക്ക് പ്രൊഫഷൻ ബേസ്ഡ് ആയിരിക്കാം, ഒരാൾക്ക് എഴുതുക എന്നുള്ളതായിരിക്കും ലക്ഷ്യം, ഒരാൾക്ക് നന്നായി സ്പോർട്സിലേതെങ്കിലും പിന്നെ മേഖലയിൽ ഒരാൾക്ക് ബിസിനസ് ചെയ്യുന്നതായിരിക്കാം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങൾ, ഫൈനാൻഷ്യൽ പ്ലാനുള്ള ഉണ്ടായിരിക്കാം, കൂടുതൽ പൈസ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള രീതിയിൽ പൈസ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ ഏതുതരം ലക്ഷ്യമായാലും ശരി, ഇതുപോലുള്ള നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുടെ പിന്നെ ഒരു സർക്കിളിലാണ് നമ്മളതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലക്ഷ്യത്തെ നമുക്ക് സാധൂകരിക്കാൻ സാധിക്കത്തില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ആൾക്കാരിൽ നിന്നും അല്ലെങ്കിൽ ഇത്തരം ആൾക്കാരിൽ ഉണ്ടാക്കപ്പെട്ടുള്ള ഒരു പരിതസ്ഥിതിയിൽ നിന്നും അപ്പം നമ്മളെ മോചിപ്പിക്കുക, നമ്മളെ ലിബറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും അതിനകത്തിലെ നേരത്തെ പറഞ്ഞതിലുള്ള ഫസ്റ്റ് ആൻഡ് ഫൈനൽ സൊല്യൂഷനും റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമുക്ക് ഇത് ഒരു എളുപ്പം ഈസിയായിട്ടും എഫർട്ട്ലെസ്സായിട്ടും നമുക്ക് തോന്നുന്നില്ലെങ്കിൽ അതെന്നും നമ്മളൊരു തെറ്റായ വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നത് തുല്യമായിരിക്കും. അതുപോലെ തന്നെ തെറ്റായ ആൾക്കാരെ റോങ് പീപ്പിളിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് അവർക്ക് സ്ഥാനം കൊടുക്കുന്നതിന് തുല്യമായിരിക്കും. അപ്പോൾ ഇനിയും നമ്മുടെ ഇമ്മീഡിയറ്റ് സറൗണ്ടിങ്ങിൽ ഇങ്ങനെ നെറ്റ്വർക്ക് ചെയ്യാൻ, കണക്ട് ചെയ്യാൻ പറ്റിയ എന്താണ് പറയുക, പോസിറ്റീവായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള, ഇമോഷണലി ഹെൽത്തി, ഇൻ്റലക്ച്വലി ഹെൽത്തി, മെൻ്റലി ഹെൽത്തി, മെറ്റീരിറ്റി വൈസ് ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരല്ലെങ്കിൽ ഫോർഗെറ്റ് അബൌട്ട് ദാറ്റ്. കാരണം നമ്മളെ എപ്പോഴും ചൂസ് ചെയ്യുകയാണെങ്കിൽ ചൂസ് ദ ബെസ്റ്റ്, ചൂസ് ദി എക്സ്ട്രോർഡിനറി അല്ലെങ്കിൽ ചൂസ് ദി എക്സെപ്ഷണലി വെൽ ആയിട്ടുള്ളത് നമ്മൾ ചൂസ് ചെയ്യുക. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ ഇമ്മീഡിയറ്റ് സറൗണ്ടിങ്ങിൽ അല്ലെങ്കിൽ അതിനപ്പുറത്തുള്ളൊരു ലോകത്ത് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് അതിനകത്തിൽ ഏറ്റവും ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ വളർച്ചയെ ലക്ഷ്യമാക്കി നമ്മൾ നീങ്ങുമ്പോൾ വീണ്ടും ഞാൻ അത് റീട്രേറ്റ് ചെയ്യുന്നു. കാരണം
നമ്മുടെ വളർച്ച എന്ന് പറയുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ലെജിറ്റിമേറ്റായിട്ടുള്ള വളർച്ചയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. തെറ്റായ വഴികളിൽ കൂടി നമ്മുടെ എന്തും നേടാനുള്ള ഒരു റാറ്റ് റേസ് അല്ലെങ്കിൽ ഒരു യാത്രയുടെ ഭാഗമായി ഞാൻ അതിനെ കരുതുന്നില്ല. അപ്പം നേരായ വഴിയിൽ കൂടെ ന്യായമായിട്ടുള്ള നമ്മുടെ ലക്ഷ്യങ്ങൾ ജീവിതത്തിൽ ഒത്തിരി ഉണ്ടല്ലോ, നമുക്ക് ലക്ഷ്യങ്ങൾ അങ്ങനെ നേടാൻ സാധിക്കുന്നതാണല്ലോ. അപ്പോൾ ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയുടെ കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള യാത്രയിൽ നമുക്ക് തീർച്ചയായിട്ടും ഇതുപോലുള്ള നെഗറ്റീവ് പേഴ്സണാലിറ്റീസ്, അതുപോലെ തന്നെ ഫിൽത്തി ആയിട്ടുള്ള ഇമോഷണൽ ഹാബിറ്റ്സും അല്ലെങ്കിൽ ഫിൽത്തി ഇമോഷണൽ ഹെൽത്തൊക്കെ ഉള്ള ആൾക്കാർ ഒത്തിരി ഉണ്ട് നമ്മുടെ ചുറ്റുവട്ടത്തും അല്ലെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്സിലൊക്കെ. അപ്പോൾ അത്തരം ആൾക്കാർ ഒരിക്കലും നമ്മുടെ ഗ്രോത്തിനെ, ഒരിക്കലും നമ്മുടെ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി ഗ്രോത്തിനെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇൻഡിവിജ്വാലിറ്റി, ഒരു ആണിനെ സംബന്ധിച്ച് ആണിൻ്റെ ഒരു മാൻഹുഡിനെ നമ്മളെ എംപവർ ചെയ്യാനോ, ഒരു സ്ത്രീയെ സംബന്ധിച്ച് സ്ത്രീയുടെ വിമൻഹുഡിനെ എംപവർ ചെയ്യാനൊന്നും അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന ഒത്തിരി വ്യക്തികൾ നമുക്ക് ചുറ്റിനുമുണ്ട്. നമ്മുടെ സറൗണ്ടിങ്സിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഇക്കോസിസ്റ്റത്തിലോ അല്ലെങ്കിൽ നമ്മൾ റിലേറ്റ് ചെയ്യുന്ന ആൾക്കാരിൽ തന്നെ ഉണ്ടാകാം. അപ്പോൾ അവരെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ഈ പറഞ്ഞ ലക്ഷ്യമാണ് നമ്മളുടെ ഗോൾ, നമ്മുടെ ലക്ഷ്യം ആണ് നമുക്ക് പ്രധാനപ്പെട്ടതെങ്കിൽ, സുപ്രധാനമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇത് തിരിച്ചറിയുകയും അത്തരം ആൾക്കാരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യുകയും അവരിൽ നിന്ന് നമ്മൾ ഡിസ്കണക്ട് ചെയ്യുകയും അതുപോലെ തന്നെ റൈറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ അവരെ നമ്മൾ കണ്ടുപിടിച്ച് നമ്മളുടെ വളർച്ചയ്ക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്ന, നമ്മളെ എൻകറേജ് ചെയ്യാൻ സാധിക്കുന്ന, ബുദ്ധിയും വിവേകവും അറിവുമുള്ള ആൾക്കാരെ നമ്മൾ എപ്പോഴും സ്വീകരിക്കുകയും അവരോടൊപ്പം യാത്ര ചെയ്യുന്നതായിരിക്കും നമ്മുടെ ജീവിതത്തിന് പീസ്ഫുള്ളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കാൻ, അതുപോലെ തന്നെ നമ്മുടെ ലൈഫിനെ കൂടുതൽ ഫുൾഫിൽ ചെയ്യാൻ സഹായിക്കുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ ഘടകങ്ങളെയും, ബാക്കി എല്ലാ വ്യക്തികളെയും നമ്മൾ ഒരു കോംപ്രമൈസും ഇല്ലാതെ അവരെ നമ്മൾ ഒഴിവാക്കി നിർത്തുക. അവർക്ക് നമ്മുടെ ജീവിതത്തിൽ സ്പേസ് കൊടുക്കരുത്. നമ്മൾ അവരുടെ ജീവിതത്തിൻ്റെ സ്പേസിലേക്ക് നമ്മൾ കടന്നു ചെല്ലുകയും ചെയ്യരുത്. കാരണം അത് നമ്മുടെ ലൈഫിനെ വളരെ പൊല്യൂട്ട് ചെയ്യും, നമ്മുടെ ലൈഫിന് യാതൊന്നും തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യത്തില്ല. അത് വളരെ ഡേഞ്ചറസ് ആയിരിക്കും ലോങ് ടേമിൽ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.